ബാംഗ്ലൂരിലെ നൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കോളേജിലെ 90% വിദ്യാർത്ഥികളും മലയാളികളാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 3ാം വർഷ ബാച്ചിലെ ചില വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ആളുകളിൽ നിന്നും മർദ്ദനമേറ്റത്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് തങ്ങളെ മർദ്ദിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കുരിച്ചിരുത്തിയിട്ട് കൈമുട്ട് വെച്ച് ഞങ്ങളെ ഇടിക്കുകയും മുഖത്ത് തുടരെ അടിക്കുകയും ചെയ്യുകയും പിന്നെ ഭയങ്കര ദുഷിച്ച രീതിയിൽ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. കോളേജിലെ ചുമട്ട് ജോലികൾ വരെ മാനേജ്മെന്റ് തങ്ങളെ കൊണ്ട് ദൃശ്യങ്ങളാണിത്. വിദ്യാർത്ഥി സെൽഫോണിലെ ക്യാമറയിൽ രഹസ്യമായി പകർത്തിയാണ് ഈ ദൃശ്യങ്ങൾ. മതിയായ അംഗീകാരമില്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധം ഉയരാതിരിക്കാനാണ് ഈ മർദ്ദനമുറകളെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. ശാരീരികമായിട്ടുള്ള പീഡനം, മാനസികമായിട്ടുള്ള പീഡനം, പിന്നെ ഇത് ഫൈൻ അടിക്കുക, ആവശ്യമില്ലാതെ ചെറിയ കാരണങ്ങൾ ഉണ്ടാക്കിയാണ് ഫൈൻ അടിക്കുക. ഇതിന്റെ മെയിൻ കാരണമായിട്ട് ഞങ്ങൾ മക്കളെ കാണാൻ വേണ്ടി അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ ഞങ്ങൾ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മക്കളെ കാണണം, സെക്യൂരിറ്റി പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ട് കിടക്കാൻ നിന്നപ്പോൾ അവൻ ഡോറിൻ്റെ അവിടെ നിൽക്കുക. അവൻ എൻ്റെ കൈ പിടിച്ചു കിടക്കാൻ നിന്നപ്പോൾ ഞാൻ അവൻ്റെ കൈ വിടാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ തള്ളി, ഞാൻ അങ്ങോട്ട് കടന്നു. പിന്നെ ഞങ്ങളെല്ലാം വന്നവരെല്ലാം കൂടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ നാട്ടുകാരുടെ പെണ്ണുങ്ങളെ വഴികൂടെ പോണ പെണ്ണുങ്ങളെ പിടിക്കാനല്ല നിനക്ക് ശമ്പളം തരാൻ, നിനക്ക് കൊടുത്ത് സെക്യൂരിറ്റി ജോലി ചെയ്യാനാ തന്നിട്ടുള്ളൂ, അല്ല നീ പോയി നിൻ്റെ പെണ്ണിനെ പിടിക്കാൻ പോകണം. ഞങ്ങളുടെ മക്കളെ കാണാൻ വന്നേക്കണം, അവരെ ജയിലിട്ട് അടയ്ക്കാനൊന്നല്ല ഞങ്ങൾ പറഞ്ഞിരിക്കണേ. ഞങ്ങൾ ഇത്രയും വയസ്സ് ഒരാളെ വളർത്തി പഠിപ്പിക്കാനാണ് ഇവിടെ വിട്ടിരിക്കണേ. അവരവിടെ ഇവിടെ സ്ലേവ്സ് ആയിട്ടൊന്നും വന്നവരല്ല, അവിടെ പഠിക്കാൻ വന്നിട്ടുള്ള മക്കളാണ്. ഞങ്ങളുടെ മക്കളെ കാണാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. സൂം ചെയ്യാൻ നടക്കില്ല. പക്ഷെ അവിടത്തോളം കുട്ടികൾ കിട്ടുന്നല്ല. 100 ദിവസം പോലെ എഴുതി കാണിക്കുന്ന കിട്ടുന്നുണ്ടോ നോക്ക്. ശരിക്കും ഫോട്ടോഗ്രാഫർ കിട്ടുന്നുണ്ട്. തൊക്കിയൊക്കെ വെച്ചിട്ട് Who is on the top of that building? One lady. No. हमारे लिए नहीं है, हम आपसे झगड़ा करने के लिए नहीं आया है, कोई ऐसी बात करने के लिए नहीं आया है। हम आपसे प्यार से बात करने के लिए आए। हमारा प्रॉब्लम आपको बताए, आपका प्रॉब्लम हमको बताए, इसलिए हम आए हैं। इसलिए आप ये काम कीजिए, आप एक जगह पर सिटिंग अरेंजमेंट कर लीजिए, हम सब बैठ करके हम लोगों को बात करेंगे। इसमें आप एक കൊണ്ടുപോയിട്ടില്ല. അതേ താഴെ 2 സ്ഥലത്തും കൊണ്ടുപോകുക. Ever take that step?
ലോക്കൽ പോയിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ മീഡിയ എന്നാന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. മീഡിയ എന്നാണ് പറയുന്നത്. മാധ്യമം